അവരെവിടെ പറഞ്ഞില്ല, അവരുടെ വാളിട്ട് പൊട്ടിക്കണ പടക്കം. ഹരിയേട്ടാ, തൊമ്മൻ ജയിപ്പിക്കുവോ? ആ തമ്പുരാൻ അറിയാടാ. ഇവൻ എന്റെ കടന്ന് കാണിക്കുന്നേ. രണ്ട് ബോളും ഉണ്ട്. ഹരിയേട്ടാ, ഞാൻ ഔട്ടാ ഉണ്ടായിരുന്നല്ലേ. നിങ്ങൾ അറിഞ്ഞാൽ ഇത് തന്നെയല്ലേ കാണിക്കാൻ പോന്നേ. ഹരിയേട്ടാ, ഇനി തോറ്റ് കഴിഞ്ഞാൽ എന്റെ പൈസയിലോട്ട് കൊടുക്കാൻ. എടാ പൈസ വന്നു, നാണക്കേടല്ലേടാ. ശരിയാ, ഒരു കളിയാലും ജയിക്കണം ഹരിയേട്ടാ. സിമ്പിൾ ആയിട്ട് കളിച്ചാ മതി, പിള്ളേരാണ് ജയിക്കാൻ പറ്റും. പൊന്നതിൽ എന്റെ വായിലേക്ക് കൂട്ടം അങ്ങോട്ട് വന്നു കഴിഞ്ഞാ ഞാൻ ജയിപ്പിച്ചോളാം. കണ്ടാ മതി. എങ്ങോട്ടൊക്കെ വല്ല നടക്കൂടാ. ഞാൻ ജയിപ്പിച്ചോളാം. നീ ഓടിക്കോ. ഓടിക്കണേ. കൊണ്ട ഓടിക്കോ. ആ അടിയടാ. അടി 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 അടി. എടാ അമ്മ, ഒരു ബോളെ 2 റൺസ് എടുക്കണം. നീ ഓടണേ. ആരോട് പറയാൻ കേട്ടോ? അവന് ഓടും. പെട്ടെന്നാ തോന്നണേ. കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നിക്കാം. 1 2 3 ഒരു പറമ്പ് വരെ പിള്ളേരാണ് ദൈവമേ. ആട്ടെ അല്ല ക്രിക്കറ്റിൽ എന്തൊക്കെ കാണിക്കുന്നില്ല. 4 2 എന്താ നീ എന്താണ് ഈ വരലും പുള്ളളിക്കാണ്ടൊന്ന് കളിക്കണോന്ന്? എന്തിയാ എടാ നിനക്ക് വല്ല കക്കൂസി പോകാൻ പറ്റണ്ട അതിലേ. നീ എന്ത് കാണിക്കണന്ന്? അതല്ല എന്താണ് പറയണത്? ഒന്ന് ബാറ്റ് ചെയ്യടാ. എന്താണ്? എടാ നീ ഒന്നും ചെയ്യണ്ട. പിന്നെ ഇരിക്കണോന്ന്. അതെ 2-2 കൂടെ മുട്ടേനും മുട്ടിനും ഓടിക്കോ. എന്തൊക്കെ നല്ല അടിച്ചോണം കേട്ടോ. ഒന്ന് നോക്കട്ടെ, അടിച്ചു പൊളിച്ചോ. ജയിച്ചടാ പറഞ്ഞ പോലെ കേട്ടോ. ഓടിക്കോ, അടിച്ചു പൊളിച്ചോ. സാറല്ലടാ, നമുക്ക് അടുത്തേല് പിടിക്കാം. ഒരു കളി ജയിച്ചേനാ അവന്മാരെ പട്ടി ഷോ. എന്താടാ തോറ്റു പോയല്ലേ പാവങ്ങള്. പൈസ എടുക്ക്, ഞങ്ങൾ കളി ജയിച്ചു. നിങ്ങളാകെ ഈ ഒരു കളിയില് ജയിച്ചോളൂ. ഒരു കളി ജയിച്ചാ മര്യാദക്ക് പൈസ എടുക്ക്. തമാശ കളിക്കാണ്ട് പൈസ അത് ഞങ്ങൾക്ക് പൈസ തരൂടാ. നമ്മൾ തമ്മിൽ കളിയില്ലേ? അതെ. നിങ്ങക്ക് എത്ര രൂപ വരാറുണ്ട്? 250. അതെ ക്രിസ്മസ് എന്നാ 25 ക്രിസ്മസ് ആയിട്ട് നിങ്ങളുടെ പൈസ എന്നാ ഞങ്ങൾ അപ്പോഴേ തരൂ. ഓ അങ്ങനെയാണല്ലേ. അങ്ങനെയാണ്. നീ ഇതവിടെ പോയി കിടക്കുമായിരുന്നു. തന്നില്ല നിനക്ക് വന്നിട്ടേ കണ്ടു കോൺസെർട്ട്. എന്നാ നിന്റെ ഒക്കെ ബാറ്റ് എനിക്കെന്തിനാ പണ്ടാറടങ്ങ. ഇന്ന് തോറ്റല്ലേ വിനിക്കുട്ടാ? തോറ്റോന്നാ ആരി? ഇന്ന് ജയിച്ചടോ. അതെങ്ങനെ? ഞാനില്ലാതെ നീ ഉണ്ടേ ഇന്നും തോറ്റേനെ. കള്ള വിനിക്കുട്ടാ, നീ എന്നെ ഒരുപാട് ഇട്ടങ്ങ ആക്കല്ലേ. നിർത്തിയേ, ക്രിസ്മസ് അല്ലേ വന്നത്, സാധനം വാങ്ങണ്ടേ? പ്ലാൻ വല്ലതുണ്ടാ? അതിലത് ചോദിക്കാനാ ഞാൻ ഇവിടം വരെ വന്നേ. നിങ്ങളുടെ പ്ലാനിങ് എന്താന്ന് വെച്ചാ പറയേ. ഞാൻ ഇപ്പോഴേ പറയുവാ, അടിക്കുവാണെങ്കിൽ നല്ല സ്ഥിര സാധനം ഒന്നും പറ്റത്തില്ല. നല്ല കിണ്ണം കാച്ചി സാധനം. ഈ കിണ്ണം കാച്ചാനായിട്ട് പൈസ ഉണ്ടാ? എടാ ഞാനിപ്പോ പറയുന്നേ, തൽക്കാലം നമുക്ക് ചെറിയ ബ്രാൻഡ് വല്ലതും എടുത്ത് അടിക്കാടാ. പറ്റില്ല ചേട്ടാ, എടുക്കുവാണോ നല്ല കൂടിയ സാധനം എടുക്കണം. അല്ല ഞാൻ ഈ പരിപാടിക്ക് വരികയല്ല. ഒരു
നല്ലൊരു സാധനം എടുക്കണമെങ്കിൽ മിനിമം 3000 രൂപയെങ്കിലോ. ഇവിടെ ഒരു ബോൾ വാങ്ങിക്കാൻ പിരിവിടാൻ നിന്റെയൊക്കെ കൈ കാശുണ്ടോ? ഉണ്ടാ അടിക്കുകയാണെങ്കിൽ നല്ല സാധനം തന്നെ അടിക്കണം. മറ്റന്നാളാണ് ക്രിസ്മസ്. നമുക്കൊരു കരോള് പഴയതുപോലെയാണ് സെറ്റ് ചെയ്തത്. അത് നടക്കത്തില്ല. അത് നടക്കൂല. നടക്കും. കഴിഞ്ഞ പ്രാവശ്യം പോയത് ഓർമ്മയുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? പ്രാവശ്യം പോയാ ആ നീ ഇല്ലായിരുന്നല്ലോ. ദേണ്ടി ഈ വെകളി പിടിച്ചവനെ കൊണ്ട് ജോർജ് ഏട്ടന്റെ വീട്ടിൽ വെച്ചല്ലടാ. ജോർജ് ഏട്ടന്റെ വീട്ടിൽ വെച്ചല്ലേ? ആ അവിടെ വെച്ച് തന്നെ. ഇവരുണ്ടല്ലോ അവിടെ ചെന്നിട്ട് പടക്കം എടുത്തൊരു ഏറ് എവിടാ ചെന്ന് വീണേന്നറിയാ? പുൽക്കൂട്ടില്. പുൽക്കൂട് മാത്രമല്ല കത്തിയ, അവരുടെ വീടും കൂടെ കത്തിയത്. അവസാനം ആ പ്രദേശം മുഴുവൻ അവിടുന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് നല്ല ഓർമ്മയുണ്ടല്ലോ. ഉണ്ടല്ലോ, അതാ ഞാൻ പറഞ്ഞ. അപ്പൊ പിന്നെ വേറെ വഴി പറയുന്ന വേറെ വഴി ഉടനെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കൊണ്ടുവരാനാ. നല്ലൊരു പരിപാടി എന്ന് പറയുന്നത് ഇതായിരുന്നു. അപ്പൊ നല്ല പരിപാടി ഇതാണല്ലോ. അപ്പോഴേ ഈ തോണ ഒരു പ്രശ്നമില്ലാതെ ഞാൻ നോക്കിക്കോളാം ഇവനെ. കേട്ടല്ലോ വിനൂട്ടാ? നീ ഏറ്റല്ലോ. ആ ഞാൻ ഏറ്റു. ഓക്കെ. കരോളുടെ സാധനം ആര് സെറ്റ് ആക്കും? പാപ്പയുടെ മോമുടിയും ഡ്രസ്സും അല്ലേ, അത് ഞാൻ റെഡിയാക്കാം. മതി. പക്ഷേ ഒരു കാര്യമുണ്ട്, ആര് പപ്പാനിയാവും? അത് നമ്മുടെ വിനുക്കുട്ടൻ. ഞാനും പോകത്തില്ല. പിന്നെ വേറെ ആരാവും? ഒന്ന് പോയേ, എനിക്ക് വേറെ പണിയുണ്ട്. നിങ്ങൾ അടി കൂടണ്ട, പപ്പാനെ ഞാൻ ആയിക്കോളാം. എനിക്കാകുമ്പോ പിന്നെ അത്യാവശ്യം സ്റ്റെപ്പൊക്കെ അറിയാലോ. ഇവന്മാരെ കൊണ്ട് കീപ്പറെ നീ നിന്ന് ഉറങ്ങണോടാ? എടാ ക്രിസ്സേ, നീയൊക്കെ നാളെ ഞങ്ങളുടെ കരോളിന് വരണ്ടോ? ഒന്ന് പോയടാ, ഞങ്ങളൊന്നുമില്ല നിന്റെയൊക്കെ കൂടെ. നീയൊക്കെ പണ്ടേ ഉടായിപ്പാ. ഇതിനൊക്കെ വല്ല കാര്യോടാ. എന്നെ മാത്രമല്ല നീയൊക്കെ എന്നാ പറഞ്ഞത്. ആളില്ലാതെ. ആ ജാക്സാ, ജാക്സണാ എവിടെ? എന്താ പരിപാടി? നാളെ നമ്മൾ കരോളിന് ഇറങ്ങാം കേട്ടോ. ജാക്സാ നീയും കൂടെ ഉണ്ടാവണേ. ബ്രോ നാളെ വേറെ കുറച്ച് പരിപാടീസ് ഉണ്ട് ബ്രോ. പാർട്ടീസ്, വൈബ്സ്, ചിക്സ്, ഡ്രിങ്ക്സ്, റാപ്പ്. എന്താണ് ബ്രോ, ഈ നാട്ടിലെ പ്രധാനപ്പെട്ട റാപ്പർ അല്ലേ? പിന്നെ ന്യൂ ഇയർ അല്ലേ ബ്രോ, കൈൻഡ് ഓഫ് ബിസി. എടാ നീ വലിയ റിസ്ക് എടുത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ വന്നായി, ഞങ്ങൾക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. അല്ലടാ കരോളിന് നമുക്കൊരു റാപ്പ് സോങ്ങിന് ഇടയ്ക്കാക്കിയല്ലോ. അത് പൊളിക്കും. റാപ്പൊന്നും വേണ്ട, നാളെ നീ ചുമ്മാ ഒന്നാ മതി. സീനില്ല, നമുക്ക് സെറ്റ് ആക്കാം ബ്രോ. നമുക്ക് പൊളിക്കാം. അപ്പൊ എല്ലാം സെറ്റ് അല്ലേ? അപ്പൊ നാളെ വൈകുന്നേരം വരം 10. ഓക്കെ സെറ്റ്. കരോളടിച്ച് പൊളിക്കാനുള്ള ഇതെന്റെ എടാ അന്തരീക്ഷം നോക്കട, തണുപ്പുണ്ടറ പറ്റല്ലടാ. ഞാൻ കുറച്ചേരം വെച്ചിട്ട് വരണ. എടാ വല്ല തണുപ്പടിച്ച് പനി ഓടിച്ച് അമ്മനെ ചീത്തറി കൂടെ അതിൽ അലമ്പല്ലടാ. അയ്യമ്മ ചീത്ത പറയുന്ന. എടാ നിനക്ക് എത്ര വയസ്സായി? അമ്മ ചീത്ത പറയുന്നു. എന്നാ പോയി വീട്ടിൽ അമ്മയുടെ മടി കിടക്ക്. അയ്യേ പിള്ളേരെല്ലാം കഷ്ടമുള്ളവൻ. എടാ ചിമ്മിണി ഇരുക്കുട്ട, നിങ്ങൾക്ക് പൊക്കോളാ, ഞാൻ വന്നില്ല. എവിടെ ചത്തോളാ. അയ്യോ ഇവൻ നീ ഒരാണാണോ? നീ കൊണ്ടോ തിന്നു നീ. എനിക്ക് പനി ഒന്നും ആര് നോക്കാൻ? എന്തുവാടാ അവിടെ? എടോ എനിക്ക് തൊപ്പ് തന്നെയുള്ളവൻ. എടാ തൊപ്പിക്കണോ കേട്ടോ നീ വെള്ളം വെക്കുന്നേ? എന്നാ പിടി ഇപ്പോ. സമാനമായിട്ട് മൂത്രം ഒഴിക്കാനും സമ്മതിക്കത്തില്ല. എന്താടാ? അതെ, നമ്മുടെ കരോള് ആ അങ്ങ് കിഴക്കമ്മൂലയിൽ തുടങ്ങി എങ്ങനെ ഉണ്ടാവും? അതായത് നമ്മുടെ കുട്ടിച്ചന്റെ വീട് ഇരിക്കണ കിഴക്കൻ മൂലയിലാണ്. അപ്പൊ നല്ല കാര്യത്തിന് പോകുമ്പോ കിഴക്കെന്ന് തുടങ്ങുന്നതാണ് നല്ലതെന്ന് പണ്ടുള്ളവര് പറഞ്ഞിട്ടുണ്ട്. എടാ അങ്ങനെയൊക്കെ ഉണ്ടോടാ? അങ്ങനെയൊക്കെ ഉണ്ട്, കാരണം അത് ഐശ്വര്യമാണ്. അവിടെ പോയ ഒരുപാട് പൈസ കിട്ടും. ഓ അങ്ങനെ. അപ്പൊ ഈ കാര്യം ഒന്ന് നിങ്ങള് ചിമ്മിനോട് പറഞ്ഞ് സമ്മതിപ്പിച്ച് നിക്കണം. കാരണം പുള്ളിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല ഇതില്. നിരീശ്വരവാദിയാണ് പന്നി. ഞങ്ങള് പറഞ്ഞ പുള്ളി കേൾക്കൂല. നിങ്ങളാവുമ്പോ നിങ്ങളെ നല്ല ബഹുമാനമാണ്. അത് കുഴപ്പമില്ലടാ, ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ പോയി ബാക്കിയുള്ള പരിപാടികൾ വേഗം സെറ്റ് ചെയ്യും. ഓക്കെ നിങ്ങൾ വന്നേ. പറഞ്ഞാലും മനസ്സിലാവില്ലേ? ബ്രോ നമ്മൾ എന്തായാലും ഇപ്പൊ കരോൾ തുടങ്ങാൻ പോവല്ലേ? എന്റെ ഒരു കിടിലൻ ട്രാക്ക് ഉണ്ട്, ഒന്ന് play ചെയ്യ് bro. വേണ്ട ഒന്ന് കേട്ടു നോക്കൂ. രക്ഷയില്ലാത്ത മൂടാണ് ബ്രോ. പാട്. ഉണ്ണി പറഞ്ഞടാ, സ്റ്റാർ തൂക്കടാ. ഇവനൊന്ന് നോക്കിടാ. രാജമിനി നീ ഒരു കാര്യം പറയട്ടെ. ഒരു കാര്യം പറഞ്ഞിട്ട് വാ. വെള്ളത്തിലിട്. അല്ല കോസ്റ്റ്യൂം ഒക്കെ ഓക്കെ അല്ലേ? കോസ്റ്റ്യൂം ഒക്കെ റെഡിയാ, പോ നമുക്ക്. റെഡിയാ. നമുക്ക് ആ കുട്ടിയച്ഛന്റെ വീട്ടിൽ നിന്ന് തുടങ്ങിയാലോ കരോള്? അതെന്തിനാ കുട്ടിച്ചന്റെ വീട്ടിൽ നിന്ന് തുടങ്ങണേ? അത് എന്തുവെന്ന് വെച്ചാലേ, എന്റെ ഒരു അറിവ് വെച്ചിട്ട് ഈ ഭൂമിശാസ്ത്ര പ്രകാരം കിഴക്കൊന്ന് തുടങ്ങുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ തുടങ്ങിയ നല്ല കാശ് കിട്ടൂടാ. എങ്ങനെയുണ്ട് പരിപാടി? എന്റെ പൊന്ന് ഹരിയേട്ടാ, കുട്ടിച്ചന്റെ വീട്ടില് 3 പെൺപിള്ളേരുണ്ട്. അതിലൊരുത്തിയെ ഈ അതില് വളയ്ക്കാൻ നടക്കണ കാര്യം നിങ്ങൾക്ക് ഇത്രയും നാൾ അവന്റെ കൂടെ നടന്നിട്ട് അറിയില്ലെങ്കിൽ നിങ്ങള് പൊട്ടനാണ്. ഒന്നും ഒന്നും പറയണ്ട,
ഇങ്ങ് വന്നേ. ആ, എന്താ ചിമ്മിനി? ചിമ്മിനി നിനക്ക് ആദ്യം കുട്ടിച്ചന്റെ വീട്ടിൽ തന്നെ കയറണല്ലടാ. അല്ല ഐശ്വര്യം തുടങ്ങണ അവിടെ നിന്ന്. അതെ, ഒന്നും പറയണ്ട, എവിടെയും കയറാൻ പോണില്ല, കേട്ടല്ലോ? കേട്ടോ? അല്ല ചിമ്മിനി, നാളെ അവള് ബാംഗ്ലൂർക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വേണ്ട, അങ്ങനെ പറയല്ലേ ചിമ്മിനി. വേണ്ട, നടക്കില്ല. വന്നേ. സാധനം എടുത്തേ. എല്ലാവരും വന്നേ. നിന്റെയൊക്കെ ശാസ്ത്രം വെച്ചാൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. നിന്റെയൊക്കെ ശാസ്ത്രം വെച്ചാൽ ഉണ്ടാക്കിയാൽ മതി. നീ വാടാ, നീ വാ. കുട്ടിച്ചന്റെ എടാ എല്ലാരും പോരും. എന്റെ കാര്യത്തിൽ ഇനി വീട് കുറെ കയറിയാലേ പൈസയുടെ കാര്യം സെറ്റ് ആവത്തുള്ളൂ കേട്ടോ. എന്റെ ഹരിയേട്ട അതൊക്കെ സെറ്റാക്കാം. ആ സെറ്റ് ആക്കിയാൽ മതി. ഞാൻ മര്യാദ പറഞ്ഞാണ് കുട്ടിച്ചന്റെ വീട്ടിൽ നിന്റെ കുട്ടിച്ചൻ മിണ്ടരുത്. എന്റെ പൊന്നു ചിമ്മിണി, തവള കുഞ്ഞ് എനിക്ക് അങ്ങോട്ട് പിടിക്കലടാ, കുറെ നേരെ കിടന്ന് തുള്ളണം. വിട്ടുകളടാ. ബ്രോ അടുത്ത വീട്ടിൽ കയറുമ്പോഴേ പുതിയ ട്രാക്ക് അങ്ങോട്ടൊന്ന് ഒന്ന് പ്ലേ ചെയ്താലോ? വേണ്ട ജാക്സൺ. ബ്രോ നൈസ് ബീറ്റ് ആണ് ബ്രോ. എടാ അവനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ. ഹരിയേട്ടാ, ഇവനെ കൊണ്ടുവന്നേ ആളെ തേക്കാനാ, പാട്ട് പാടാനല്ല. അതിന് വേറെ ആൾക്കാരുണ്ട് ഇവിടെ. നിർത്തിക്കേ ഒരു ശബ്ദം കേൾക്കുന്നില്ല. പണിയായ അതേലോ. പാവം ചേട്ടൻ 50 രൂപ തന്നല്ലേ? അതെ അതെ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഒരു കേക്കും കൂടി കിട്ടിയെങ്കിൽ പൊളിച്ചാനെ അല്ലേ? അതെ. നേരത്തെ ഇറങ്ങിയ ഇവന്മാരെന്താണ് ഇവിടെ? അതെനിക്ക് അങ്ങനെ അറിയാം. ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറയാ, ഇമ്മാരൊക്കെ മുളയിലും ഇടേണ്ട കേസാണ് കേട്ടോ. മുളയിലേന്നുള്ള വരട്ടെ. പരിപാടിക്കുള്ള ആളായില്ലേ? പക്ഷെ ഇവന്മാര് വരുവോടാ? അതൊക്കെ സെറ്റാക്കാം. എന്റെ ഒരു ഐഡിയ ഉണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് തന്നാ മതി. എന്താ ഉടായ്പുണ്ടോ? നീയൊക്കെയല്ലടാ പറഞ്ഞ കരോളിനിറങ്ങണം. അത് നിങ്ങളുടെ കൂടെ വരുന്നില്ലെന്നല്ലേ പറഞ്ഞോളൂ. അങ്ങനെ 2 ടീം ഇവിടെ വേണ്ട. ഞങ്ങൾ ബാക്കുള്ള വീട്ടിൽ കയറിക്കോളാം. നിങ്ങള് രണ്ടും കൽപ്പിച്ചാണ്. അപ്പൊ ആണെങ്കി ഈടെ തൊമ്മ അവിടെയല്ലടാ പണ്ട് നമ്മുടെ സുരേഷ് ഏട്ടൻ തൂങ്ങി മരിച്ചേ. അതെ, പുള്ളിക്കാണെ പിള്ളേരെന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാണുന്ന മാവിലാണ് പുള്ളി തൂങ്ങി മരിച്ചത്. പുള്ളിയുടെ ആത്മാവ് ഇവിടേക്ക് ഇപ്പോഴും കറങ്ങിടക്കണ്ടെന്നാണ് കേട്ട് കേൾവി. പുള്ളിക്ക് പിള്ളേരൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നീ ഓരോന്ന് പറഞ്ഞ് പിള്ളേരെ പേടിപ്പിക്കടാ. മക്കളെല്ല കേട്ടോ, ഞങ്ങള് വേണ്ട ആ വഴിക്ക. അതെ, പേടിച്ചിട്ടുണ്ട്. അമ്മളോട് പോണോ? എനിക്ക് പേടിയാ. എന്നാലും പോയേക്കാം. പോയാലോ? അതെ, കണ്ടോണം, അവന്മാര് ഇപ്പൊ വരും. വരട്ടെ. അങ്ങനെ പോണോ? പോവാം. ശരി. അതെ, ഞങ്ങള് നിങ്ങളോട് വരുന്നു. ഓ വേണ്ടടാ, ഇപ്പൊ തന്നെ ആള് കൂടുതലാ. അയ്യോ വേണ്ട. അതെങ്ങനെ ഞങ്ങീ വഴിക്ക് ഒറ്റക്ക്? ഞങ്ങള് നിങ്ങളോട് വരാം. ഓ എന്നാ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്ത് കണ്ടീഷൻ? കിട്ടുന്നതിന്റെ 50-50. ഓക്കെ 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 ഡീൽ. എന്തായാലും വരുമല്ലേ? ദാണ്ട് ഇത് വെച്ചോ. കൈ കാണിക്ക്. പോയേക്കാം. പോവാ, വാ. നടക്കടാ. നടന്നോ. ഹരിയേട്ടാ, ഇതിപ്പോ 2 വഴി ഉണ്ടല്ലോ. ഇനി എങ്ങോട്ടാ? നമ്മള് നേരെ അല്ലടാ വന്നേ. അപ്പൊ പിന്നെ നേരെ തന്നെ പോ. നമുക്ക് ഈ വഴി കൂടെ പോവാം. ഹരിയേട്ടാ പറഞ്ഞാൽ ശരി, നമുക്ക് നേരെ തന്നെ പോവാം. അതെ, നിന്നോട് ആരാ അഭിപ്രായം ചോദിച്ചേ? അതെനിക്ക് അഭിപ്രായം പറഞ്ഞ ജിമ്മിനി, രാത്രി ഈ പിള്ളേരെ കൊണ്ട് ഈ വഴിയെ പോയി എങ്ങനെയാ ശരിയാവുന്നേ? നമുക്ക് നേരെ തന്നെ പോവാം. എന്റെ ഹരിയേട്ടാ, ഈ വഴി തന്നെ പോയാ മതി. ഇപ്പൊ ഞാൻ പറയണ കേട്ടാ മതി എല്ലാരും. ഈ വഴി പോവാം. കണ്ണും കാത്തിരുന്നോ മണ്ണിലൊരു പൈതലിനാ കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറന്നുവെന്ന്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഇറങ്ങി പോരാട്ടെ, നേരാണ്. ഇങ്ങനെ എനിക്കറിഞ്ഞൂടാ, ഞാനോട് ആദ്യമായിട്ടാണ്. സൈക്കോള് മനുഷ്യന്മാരെന്നാണ് പിള്ളേരെ ഇവർ ജന്മന അങ്ങനെയാ. അയ്യോടാ,
തനിക്ക് അത് തന്നെ വേണം. എടാ മക്കളെ, നിങ്ങൾ കരോള് കഴിച്ച് ക്ഷീണിച്ചു വന്നതല്ലേ? അതെ. വിശക്കണുണ്ടല്ലേ? ആ അതെങ്ങനെ മനസ്സിലായി? നല്ല വിശപ്പുണ്ടായിരുന്നു. ഇവിടെ നിക്കടാ. എടി മോളെ, പിള്ളേർക്ക് കുറച്ച് കേക്ക് എടുത്തേടി. എടി എന്ത് പോക്കടി പോകുന്നത്? പിള്ളേർ എണ്ണം എടുത്തിട്ട് പോടി. 3, 5, 7, 9, 11 ഒരു 11 പീസ് കേക്ക് എടുത്തുണ്ടോ? ഓയ് 5 ചെറുത് മതിയേ, പിള്ളേരാ. എന്തൊരച്ചടയാണ് കേക്ക് തരാന്ന് പറഞ്ഞ തന്നെ വലിയ കാര്യം. വരുന്നില്ലല്ലോ. എടാ നോക്കി കണ്ട് എടുത്ത് കഴിക്കണം പിള്ളേരെ, കഴിക്കേ. അപ്പച്ചാ, എന്നടാ ഇതാരാ കേക്ക് കഴിക്കാത്ത? ശരിയാണല്ലോ. എടി മോളെ, നീ എണ്ണം കുട്ടിയാണോ കേക്ക് എടുത്തത്? എടുത്താ നന്നായത്. എടാ മക്കളെ, നിങ്ങൾ ആരാടാ കേക്ക് കഴിക്കാത്തത്? പാപ്പ എന്തി? ആ അതെ, ചിമ്മിഴി ചിമ്മിഴി ഇയാൾ ഈ നേരത്തെ അവിടെ പോയി കണ്ടു. ചിമ്മിഴി. എന്താ ചേട്ടാ? ഏ? അതാ പാപ്പയുടെ. കാര്യം പറ. എന്താണെന്ന് പറയടി. ഓ, ശ്ശെ. ഓ പ്രിയപ്പെട്ട അപ്പച്ച, അമ്മച്ചി, ചേട്ടന്മാരെ, നിങ്ങളോട് ഞാനിത് പറയണമെന്ന് ഒരുപാട് തവണ ആലോചിച്ചു. നീ കരയാതെ പക്ഷേ ഇരിക്ക്. നീ കരയാതെ. നിങ്ങളിതിന് സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. എനിക്കൊരാളെ ഇഷ്ടമാണ്. അദ്ദേഹം എന്നെ കൊണ്ടുപോകാനായി ഇന്ന് കരോളുകാരോടൊപ്പം ഇവിടെ എത്തും. ഞാൻ അദ്ദേഹത്തോടൊപ്പം പോകുന്നു. നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണം എന്ന് സ്വന്തം മകൾ ആനി. എന്നാലും എന്റെ അപ്പച്ചോ, ഞങ്ങളല്ലാതെ ഇന്ന് വേറെ ആരും കൂടെ കരോണ്ടോന്നേ അറിയേട്ടാ. പോയി പോയാ? എന്തൊക്കെയുണ്ടപ്പച്ച?